കൊല്ലം പറയാനുള്ള ഒരു കാര്യമാണ് ഈ നിരീശ്വരവാദം, നാസ്തികത. പറയാൻ നിൽക്കട, ഇത്രയും അഹങ്കാരം പാടില്ല, അവസാനം നീയൊക്കെ വിളിക്കും, ഇങ്ങനെയൊക്കെ കുറേ ഒരു സെറ്റ് ഓഫ് സാധനമുണ്ട്. പിന്നെ നിനക്കൊക്കെ അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ലോകങ്ങളുണ്ട്. സയൻസ് പോലും അവിടെ ചെന്ന് മുട്ടി നിൽക്കുകയാണ്. ഇതെല്ലാം അറിയാമെന്നാണോ പറയുന്നത്? എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞോ? ഇനി അതിനൊക്കെ തെളിവ് വന്നുകൂടാന്നില്ല. ഇങ്ങനെ കുറേ ആലമ്പൻ സാധനമുണ്ട്. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത്തരത്തിലുള്ള ഈ പെസഹ, പാസ് ഓവർ ദൈവത്തെയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ക്വാണ്ടം ഫിസിക്സിന് ഉള്ളിൽ ക്വാണ്ടം അലകളുണ്ട്. അതൊക്കെ മൊത്തം അറിഞ്ഞിട്ട് പോരെ നിൻ്റെ എത്തീസം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന് അല്ല, അങ്ങനെ സയൻസിന് പോലും ഉത്തരവില്ല. അപ്പം നമുക്കെല്ലാത്തിനും ഉത്തരവുണ്ട്. ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതത്തിൽ ഇനി ഉത്തരങ്ങളൊന്നും വരാനില്ല, ചോദ്യങ്ങളൊന്നും ഉണ്ടാവാനുമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. ഉത്തരങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി ആ ഉത്തരങ്ങൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുന്നു, അതാണ് അവരെ ചിലർ പറയില്ല. നിങ്ങളിപ്പോൾ സയൻസ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നാളെ നമ്മുടെ പുസ്തകത്തിലുണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കളിയാക്കാറുണ്ട്. അങ്ങനെ കളിയാക്കരുത് ഇനി മുതൽ. കാരണം എന്താ അറിയോ? അവരുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട് പണ്ടേ. ഇനി സയൻസ് കണ്ടുപിടിച്ചാൽ മതി, കണ്ടുപിടിച്ചാൽ അവർ ഇതാന്ന് പറയും, അത്രേ ഉള്ളൂ. നോട്ട് ദ പോയിന്റ്. ഉത്തരം അവരുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ സയൻസ് നാളെ അംഗീകരിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലായി പറയും കണ്ടോ ഈ പുസ്തകത്തിലുള്ളതുപോലെ, അല്ലെങ്കിൽ അവർ വിട്ടുകളയും. സയൻസുമായിട്ട് അല്ല അവരുടെ പുസ്തകമായിട്ട് ബന്ധപ്പെടാത്ത കണ്ടുപിടുത്തം വല്ല ആണെങ്കിൽ അവർ പറയും പാസ് ഓവർ. അല്ല, അവരെന്തോ വേണം, ഇതാണ് സംഗതി. അല്ല, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സയൻസ് എന്താണ്? സയൻസും എത്തീസവും അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുകൾ വളരെ നിഷേധാത്മകവും വളരെ അഹങ്കാരവുമാണെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സയൻസ് എന്ന് പറയുന്നത് പരമമായ വിനയമാണ്, അൾട്ടിമേറ്റ് ഹ്യൂമിലിറ്റിയാണ്. കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നും അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത്, കറക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു വാദമാണ് സയൻസ് മുന്നോട്ട്. സയൻസിൻ്റെ മെത്തഡോളജി നോക്കുക, പരമാവധി സൂക്ഷ്മതയോടെ പരമാവധി അന്വേഷണം, അതിലൂടെ മെച്ചപ്പെട്ട സത്യങ്ങളും മെച്ചപ്പെട്ട അവസരങ്ങളും അവസ്ഥകളും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം. എല്ലാം അറിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം സയൻസിനില്ല. ഇപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് DNA ഇങ്ങനെ ഉണ്ടായത്, അത് RNA ആയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ വളരെ ഗൗരവത്തോടെ പഠിക്കുകയാണ് സയൻസ് ചെയ്തത്. പക്ഷേ മതത്തിന് ഇതിനെല്ലാം ഉള്ള ഉത്തരവുണ്ട്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഉണ്ടായി. മനുഷ്യനുണ്ടായത് കളിമണ്ണ് കുഴച്ചുണ്ടാക്കി ഊതി ഊരി ഊതി ഊരി അടുത്തുണ്ടാക്കി, പിന്നെ അവർ ലൈക്ക് എങ്ങനെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അത് പ്രപഞ്ചം ഇതാണ് തന്നെ ഇങ്ങനെ ഇരുന്നു, അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം ഇതുണ്ടാക്കി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവാണെന്നേ. സയൻസ് യഥാർത്ഥത്തിൽ ഒരു മതമനുഷ്യന് ആവശ്യമില്ല. കാര്യം സയൻസ് എന്തിനാണ്? കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷിക്കാനും അറിയാനുമാണ്. ഒരു മതമനുഷ്യനെ സംബന്ധിച്ച് ഇതെല്ലാം അവൻ അറിഞ്ഞു കഴിഞ്ഞു, അവൻ്റെ എല്ലാ ഉത്തരവുണ്ട്. അതാണ്. പക്ഷേ മതം എന്താണ് യഥാർത്ഥത്തിൽ? അതൊരു മോൺസ്ട്രസ് ക്ലെയിമാണ്, വളരെ രാക്ഷസീയമായൊരു അവകാശവാദമാണ്. ഒന്നും അറിയാതിരിക്കുമ്പോഴും എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവനാണ്. ക്ലച്ച് ഏതാണ്, ഗിയർ ഏതാണ്, സ്റ്റിയറിംഗ് ഏതാണെന്ന് തിരിച്ചറിയാതിരിക്കുന്ന സമയത്തും 16 വീലുള്ള വണ്ടി ഓടിച്ച് ഞാനങ്ങ് എത്തിക്കൊള്ളാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് മതം മുന്നോട്ട് വരുന്നത്. ഇതൊന്നും അറിയില്ല, വണ്ടിയെക്കുറിച്ചും അറിയില്ല. പക്ഷേ അത് ഞാൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ആഹാരം വേണം എന്നുള്ളതിനെക്കുറിച്ചും അവർ സംസാരിക്കും. ആഹാരത്തിന് മുമ്പ് ഒരു സൂപ്പ് വേണം, ഇതൊക്കെ ആയിരിക്കും. ആ സൂപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ഭാവനയുടെ മേൽ ഭാവനകൾ ഇങ്ങനെ അടുക്കി വെച്ച് എല്ലാ ഭാവനകളും നുണയിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് പറയുന്നത്. സയൻസ് ഇറ്റ്സ് എ ഹ്യൂമിലിറ്റി ബിഫോർ ഫാക്ട്സ് ആൻഡ് നെവർ അഫ്രൈഡ് ടു ചേഞ്ച് ഓർ കറക്റ്റ്. മതം ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, വിറയ്ക്കും. നിങ്ങൾ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളപ്പോഴാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് ചെയ്താലും നിൽക്കാം. നിങ്ങൾ ചരിയുന്നത് എപ്പോഴാണ്? ചരിഞ്ഞാലും ബാലൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ചരിയുന്നത്. ഒട്ടും ബാലൻസ് ഇല്ലായിരിക്കണ്ടേ, ഇപ്പം ചരിഞ്ഞാൽ ശരിയാവില്ല. മതം എന്തുകൊണ്ടാണ് ചരിയാത്ത, എന്തുകൊണ്ടാണ് കറക്റ്റ് ചെയ്യാത്ത, എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇറ്റ്സ് എ ഡെലൂജ്. മൊത്തം ഇല്ല, കടൽ വെള്ളം ഇരച്ചാൻ കയറും, അത് പിന്നെ ഇല്ല. അതുകൊണ്ടാണ് പാവങ്ങൾ ഒന്നും പാടില്ല, ആചാരം മാറ്റാൻ പാടില്ല, പുതിയതായിട്ടൊന്നും പാടില്ല, മാറ്റങ്ങൾ പാടില്ല എന്ന് പറയുന്നത്. അല്ല, അവരൊരു ഹെൽപ്ലെസ്നെസ്സാണ്. സീ ദ പോയിന്റ്. പരിഷ്കരിച്ചാലും തിരുത്തിയാലും സയൻസ് 4 കാലിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് പോകുന്നില്ല. കാരണം അത് ആ പ്രോഗ്രാമിലുള്ളതാണ്, കറക്ഷൻ പ്രോഗ്രാമുണ്ട്, അതിനകത്ത് ഇൻബിൽറ്റാണ്, വാറണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പൊട്ടിച്ചാൽ തിരിച്ചു കൊടുക്കും പുതിയ സാധനം. ആരും പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റും. എന്താ റിലീജിയൻ്റെ ഒരു സൂപ്പർ ക്ലെയിം എന്താണ്, പ്രൈം ക്ലെയിം എന്താണ്? They pretend to know things they have no idea of. ഒരു ബോധവും ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം അറിയാവുന്നുള്ള ആ ഒരു ഇരുത്തയാണ് മതം എന്ന് പറയുന്നത്. എല്ലാം അറിയാം. But science is not like that. It never pretends to know things which cannot be known. ഈ കുതിരകൾ രണ്ടും സയൻസ് നോക്കുമ്പോൾ സയൻസിന് ഒന്നും പല കാര്യങ്ങളും അറിയാതിരിക്കുന്നുണ്ട്.
ചെറിയ കുതിരയാണ്, വലിയ പൊക്കമില്ല. പക്ഷേ അടുത്ത മതത്തിന് ഒരു വലിയ കുതിരയുണ്ട്, പക്ഷേ ആ കുതിര ഓടില്ല മക്കളെ, അത് പൊയ്ക്കാലാണ്. പക്ഷെ മറ്റേ കുതിര നന്നായിട്ട് ഓടും. അതാണ് വ്യത്യാസം. പക്ഷേ വലിയ കുതിരയുടെ വലിപ്പം കണ്ടുകൊണ്ട് ആളുകൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വിഷ്വൽ ഇല്യൂഷൻ ആൻഡ് ദാറ്റ്സ് ഓൾസോ എ ഡെല്യൂഷൻ.